പ്രസാദേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ അവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? നമ്മൾ അറിയുന്ന അടുത്തറിയുന്ന ബാബു തന്നെയല്ലേ അത് ചെയ്തത്? വിശ്വാസങ്ങൾ തകർന്നു പോവാൻ അധിക നേരമൊന്നും വേണ്ട പ്രസാദ്. ദേവനിൽ നിന്നും നിന്റെ ആ തീരുമാനം അറിഞ്ഞപ്പോ എനിക്കൊരുപാട് സന്തോഷം തോന്നി കുഞ്ഞെ. നിന്നെ പറ്റി അഭിമാനം തോന്നി. പ്രസാദേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ അവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. തുറന്നു പറയാൻ ഇപ്പൊ നമ്മളുടെ ഇടയിൽ ഒരു തടസ്സവും ഇല്ലല്ലോ. പറയൂ, ബാബുവാണ് രേഖയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പ്രസാദേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല സുമിത്രേ, ഞാനത് വിശ്വസിക്കുന്നില്ല. താൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ബാബു അത് ചെയ്യില്ല. ബാബുവിനെ നമുക്ക് രണ്ടാൾക്കും അറിയാം. പക്ഷേ നമ്മുടെ അറിവിനും വിശ്വാസത്തിനും അപ്പുറത്ത് ചിലത് സംഭവിച്ചിട്ടില്ലേ മുമ്പ്? ബാബുവിൻ്റെ പേരിലുള്ള ആ പഴയ പോലീസ് കേസിനെ പറ്റിയാ ഞാൻ പറയുന്നത്. സത്യത്തിൽ അന്ന് ആ വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിപ്പോയില്ലേ? നമ്മളറിയുന്ന അടുത്തറിയുന്ന ബാബു തന്നെയല്ലേ അത് ചെയ്തത്? അതിൻ്റെ പേര് ശിക്ഷ അനുഭവിച്ചതും അതേ ബാബു തന്നെയല്ലേ? വിശ്വാസങ്ങൾ തകർന്നു പോവാൻ അധിക നേരമൊന്നും വേണ്ട പ്രസാദ്. പക്ഷേ ബാബു എന്തിനു രേഖയെ കൊല്ലാൻ ശ്രമിക്കണം? അവര് തമ്മിൽ എന്ത് ശത്രുതയുള്ളത്? അവര് തമ്മിൽ ശത്രുതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഊഹിച്ചാൽ മനസ്സിലാവും. എന്താ? സുമിത്രയുടെ വിവാഹം മുടങ്ങിയ സമയത്താണ് പ്രസാദും രേഖയും വിവാഹിതരാകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായത്. ഒരു നഷ്ടവും ഒരു നേട്ടവും. ബാബു സുമിത്രയുടെ ഒരുപാട് സ്നേഹമുള്ള ഒരു അനിയനാണെന്ന് പ്രസാദിനെ പലവട്ടം എന്നോട് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് സുമിത്രയുടെ വിവാഹം നടന്നില്ലെങ്കിൽ എൻ്റെ വിവാഹം നടക്കരുതെന്ന് അവൻ ഉറപ്പിച്ചിരിക്കുന്നതാണോ? അതെ, എനിക്കങ്ങനെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ വളഞ്ഞ വഴി ചിന്തിക്കാൻ എനിക്കറിയില്ല ദേവ. നമുക്കാണ് വളഞ്ഞ വഴി. ലക്ഷ്യബോധത്തോടെ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അത് നേർവഴിയാണ്. അവർക്ക് മാത്രമുള്ള വഴി. താൻ എന്തൊക്കെ ആർഗ്യൂ ചെയ്താലും ബാബുവിനെ ഞാൻ സംശയിക്കില്ല. സംഭവം നടക്കുന്ന സമയത്ത് ബാബു വീട്ടിലുണ്ടായിരുന്നില്ലേ? പിന്നെന്താ? ബാബു വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സുമിത്രയാണ്. ബാബുവിൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് സുമിത്ര. സുമിത്ര പറഞ്ഞത് നമ്മൾ വിശ്വസിക്കും. പക്ഷേ പോലീസ് വിശ്വസിക്കില്ല. കാരണം പോലീസിന് സെന്റിമെന്റ്സ് ഇല്ല. നീയും പോലീസിന്റെ ടോണിലാണ് സംസാരിക്കുന്നത്. ബാബുവിനെ കുറ്റക്കാരനാക്കാൻ എന്തോ വാശിയുള്ളതുപോലെ. ചില ജനാലകൾ നീ മനഃപൂർവ്വം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ലെന്ന് മനുഷ്യ സഹജമായൊരു വാശിയുണ്ട്. രേഖയെ കൊല്ലാനുള്ള ശ്രമത്തിൽ ആ വാശി കളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവം, താൻ എന്തൊക്കെ? അഥവാ അങ്ങനെ അല്ലെന്ന് തെളിഞ്ഞ ബാബുവിനെ വെറുതെ വിട്ട തന്നെ പോലെ തന്നെ ഞാനും ഒരുപാട് സന്തോഷിക്കും പ്രസാദ്. ഒരിക്കലും പ്രതി അവനാവാതിരിക്കട്ടെ. പക്ഷേ ഒന്നോർക്കണം, ആരോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല രേഖ. ആരുടെ സ്വകാര്യ സ്വത്തും തട്ടിയെടുത്തിട്ടുമില്ല. എന്നിട്ടും ആ പാവം ആരുടെയൊക്കെ ശത്രുവായി തീർന്നു. കഷ്ടം.
എന്താ അച്ഛാ? ബാബു ഇതുവരെ വന്നില്ലേ? അവനെന്താ ഇത്ര താമസിക്കുന്നത്? കൃഷ്ണപിള്ളയുടെ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാ ഇവിടുന്ന് പോയത്. തിരിച്ചു വരും വഴി എന്റെ മരുന്ന് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മണി എത്രയായി? 8:30. 8:30? നീ പിള്ളയെ വിളിച്ചെന്ന് ചോദിച്ചേ. കടയിലാണെങ്കിൽ തന്നെ 8 മണിക്ക് കട അടയ്ക്കില്ലേ? പിന്നെ അവൻ എങ്ങോട്ട് പോയി? അച്ഛാ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അവൻ കൃഷ്ണമാമയുടെ കൂടെ എറണാകുളത്ത് പോയിരിക്കുക, കടയിലേക്കുള്ള സ്റ്റോക്ക് എടുക്കാൻ. അത് നീ എങ്ങനെ അറിഞ്ഞു? ഉച്ചയ്ക്ക് അവൻ എന്നെ കാണാൻ ബാങ്കിൽ വന്നിരുന്നു. കൃഷ്ണമാമ നിർബന്ധിച്ചതുകൊണ്ട് പോവാണെന്ന് പറഞ്ഞു. ഞാനതിപ്പോഴാ ഓർത്തത്. പിന്നെ മരുന്ന് എൻ്റെ കൈ തന്നിട്ടാ അവൻ പോയത്. അച്ഛന് കഞ്ഞി എടുക്കട്ടെ? കുറച്ചുകൂടെ കഴിയട്ടെ. ஐயையோ, ராத்திரி நேரத்துல நகம் வெட்டக்கூடாது தம்பி, அது பெரிய தோஷம். ആർക്കാ ദോഷം? இந்த வீட்டுக்கும் உங்களுக்கும். ആ, എങ്ങൾക്കുള്ള ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. പിന്നെ വീടിന് ദോഷമാണെങ്കിൽ സാരമില്ല. ദാ നിർത്തി പോരെ. ம், എങ്ങോട്ടാ? மேலேக்கு. ആരാ അവിടെ? கடவுள். കടവുളോ? അതാര്? கடவுள்னா தெய்வம். மேலே பூஜாமுறையாக்கும். அங்க நிறைய தெய்வங்கள் இருக்கு. முருகன், கணபதி, நடராஜன், விஷ்ணு. புரிஞ்சுதா? ആ പുരിഞ്ച്. ம், ആ പാത്രത്തിൽ എന്തോന്ന്? இது கடவுளுக்குள்ள சாதம், நைவேத்தியம்னு சொல்லும். രാത്രിയിലാണോ ദൈവങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്? நாங்க சாப்பிடுறதுக்கு முன்னாடி இங்க அத்தாழ பூஜை பதிவாக்கும். இனிமே நான் போட்டுமா? ഓ, ம். ആ പിന്നെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടേ എനിക്കും എന്തെങ്കിലും തരണേ. വിശന്ന് കുടലി അരിയുന്നു. அவங்க கடை வரைக்கும் போயிருக்காரு. வந்ததுக்கு அப்புறம் 2 பேருக்கு சேர்த்து சோறு போடுறேன். என்ன? ഓ, സന്തോഷം. ஓ, ஐயையோ, உங்களுக்கு சொன்னா புரியாதா? நகம் வெட்டக்கூடாது தம்பி. ഓ, சொன்னா கேட்கவே மாட்டான். யமுனா, யமுனா, வாமா, வா, உட்காரு, உட்காரு, சாப்பிடு. அந்த சனியனுக்கு ஏதோ சந்தேகம் இருக்கு.
கடவுளுக்கு நைவேத்தியம் கொடுக்க போறேன்னு நான் சொன்னேன். சீக்கிரம் சாப்பிடுமா. சாப்பிடு. ഞാൻ എത്രമാത്രം നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. വേണ്ട ചേച്ചി, ഞാൻ പോയിക്കോളാം. நீ என்ன சொல்ற? நாங்க செய்வதெல்லாம் உன் நன்மைக்காகத்தான். நீ எங்கேயும் போக வேண்டாம். இங்க யாருக்கும் ஒரு தொந்தரவும் உன்னால கிடையாது. அது மொத்தம் சாப்பிடணும். നീതിച്ച ചോറിന്റെ ബാക്കി എവിടെയെന്ന് അയാൾ ചോദിച്ചാൽ എന്ത് പറയും? അതുകൊണ്ട് ഞാൻ മുഴുവൻ കഴിക്കുന്നില്ല. அந்த மடையனுக்கு அதெல்லாம் தெரியாது. அடிக்க சொன்னா அடிப்பான், கொல்ல சொன்னா கொல்லுவான். அது மட்டும்தான் தெரியும். நீ சாப்பிடுமா. இந்த கர்ட்டனுக்கு பின்னாடி உட்கார்ந்து உட்கார்ந்து போர் அடிச்சு போச்சு இல்லையா? என்ன செய்ய? அவன் இங்க இருந்து போற வரைக்கும் സഹിച്ചുதான் ആകണം. വേറെ എന്നാ വഴി? സാരമില്ല ചേച്ചി. முருகா, ஆண்டவா, வடிவேலா, காப்பாத்துங்கோ. நகம் வெட்டக்கூடாதுன்னு சொன்னப்போ சிகரெட் பிடிக்கிறியா? இவனால பெரிய தொல்லையா போச்சே சனியன். ഞാൻ ദേവനെ കണ്ടിരുന്നു. ദേവൻ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. അപ്പോ ഒരു സത്യം എനിക്ക് മനസ്സിലായി. മുടി നരച്ചതുകൊണ്ടോ പ്രായമേറിയത് കൊണ്ടോ തീരുമാനങ്ങൾക്ക് എപ്പോഴും പക്വത ഉണ്ടാകണമെന്നില്ല. ചെറുപ്പക്കാരിൽ നിന്നാവും ചിലപ്പോൾ വയസ്സന്മാർക്ക് ജീവിതത്തെപ്പറ്റി ഇരുത്തം വന്ന കാഴ്ചപ്പാട് കിട്ടുക. ചില വയസ്സന്മാർ അത് സമ്മതിച്ചു തരത്തില്ല. പക്ഷേ ഈ വയസ്സൻ ആ സംഘത്തിലല്ല. അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ബാലമാമ. ആവാം. പക്ഷേ അറിയാവുന്ന കാര്യങ്ങളും ഒന്ന് ആവർത്തിച്ച് പറയേണ്ട ഘട്ടങ്ങളും ഉണ്ടാവുമല്ലോ. ഇതങ്ങനെ ഒന്നാണ്. ദേവനിൽ നിന്നും നിന്റെ ആ തീരുമാനം അറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി കുഞ്ഞേ. നിന്നെപ്പറ്റി അഭിമാനം തോന്നി. ദീർഘകാലം അടുപ്പമുള്ള ബന്ധങ്ങളിൽ പോലും കള്ളനാണയങ്ങളാണ് അധികവും. പ്രേമവും സ്ത്രീധനവും തുല്യ റേഷ്യോയിൽ കൊണ്ടുപോകുന്നതാണല്ലോ പുതിയ തലമുറയുടെ രീതി. അപ്പോഴാണ് ഞങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങി ഞങ്ങൾ പറഞ്ഞൊരു വിവാഹബന്ധത്തിന് നീ സമ്മതിച്ചത്. രേഖയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഏതൊരു വരനും തടി ഊരി പോകാവുന്നതേ ഉള്ളൂ. ഒരു സമൂഹവും അവനെ കുറ്റം പറയില്ല. പക്ഷേ നീ അതിനല്ല തുനിഞ്ഞത്. ബോധം തിരിച്ചു കിട്ടുമോ എന്ന് ഡോക്ടർമാർ പോലും ഗ്യാരണ്ടി തരാത്ത രേഖയെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം ചെയ്യാനാണ്. അതാണ് ശരി. അത് മാത്രമാണ് ശരി എന്നെൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു ബാലമാമ. ദേവനും എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാനും നിന്റെ ഭാഗത്താണ്.
പക്ഷേ ഇനി ബാലമാമയ്ക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കണം. നിന്റെ തീരുമാനത്തെപ്പറ്റി ഞാൻ സുഭദ്രയോടും രമേശോടും ഒക്കെ സംസാരിച്ചു. സത്യത്തിൽ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. രേഖയോടുള്ള കടപ്പാട് എത്രമാത്രം ആഴത്തിലാണ് നിന്റെ മനസ്സിലെന്ന് എല്ലാവർക്കും ഇപ്പോഴാണ് വ്യക്തമായത്. പക്ഷേ പക്ഷേ പറയൂ ബാലമാമ. കടപ്പാടിന്റെ പേരിലായാലും ത്യാഗത്തിന്റെ പേരിലായാലും ഒരു തീരുമാനം നടപ്പാക്കും മുമ്പ് പല വട്ടം ചിന്തിക്കണം. വിശേഷിച്ചും ആ തീരുമാനം നമ്മുടെ ഭാവിയെ വളരെ ഗൗരവമായി ബാധിക്കുന്നതാവുമ്പോൾ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയട്ടെ, രേഖയെ നമുക്കെല്ലാം ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് രേഖയ്ക്ക് ബോധം തെളിയണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥനയും വിധിയും രണ്ടു വഴിക്കായാലോ? അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിലും അർത്ഥമില്ലല്ലോ. ഡോക്ടർ സിദ്ധാർത്ഥൻ വ്യക്തമായ ഒരു മറുപടിയും തന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. ദീർഘകാലം കോമയിൽ കിടന്നിട്ടുള്ള കേസുകൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മുടെ നിർഭാഗ്യത്തിന് ഇത് അങ്ങനെയായി തീർന്നാൽ എന്താവും നിങ്ങളുടെ ദാമ്പത്യം? എന്താവും നിന്റെ ജീവിതം? അതോർത്തിട്ടുള്ള നടുക്കത്തിലാ സുഭദ്രയും രമേശനും ഒക്കെ. അവരുടെ മുമ്പിൽ ഭാവിച്ചില്ലെങ്കിലും കൂടുതൽ ആലോചിച്ചപ്പോൾ എനിക്ക് ഉത്കണ്ഠയുണ്ട്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് ബാലമാമ. ചുരുക്കി പറഞ്ഞ നാവ് കൊണ്ട് എന്ത് ആദർശവും പറയാം. പക്ഷെ അതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അല്ലേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാലമാമ ഒന്ന് ചോദിക്കട്ടെ, രേഖയുടെ ഈ അബോധാവസ്ഥയിലും നീ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ടോ അതോ കുറ്റബോധം കൊണ്ടോ? ശരിയാണ്, എനിക്ക് കുറ്റബോധമുണ്ട്. കാരണം രേഖയുടെ പ്രപ്പോസൽ ഞാൻ റിജക്റ്റ് ചെയ്തപ്പോൾ നാട് തന്നെ വിട്ടുപോയതാണ് അവൾ. എൻ്റെ വാഗ്ദാനത്തിൻ്റെ പേരിലാണ് രേഖ തിരിച്ചു വന്നത് അല്ലേ? അപ്പോൾ ഞാൻ ആ വാക്ക് പാലിക്കണ്ടേ? തീർച്ചയായും. പക്ഷേ ആ വാക്കുപാലിക്കൽ കൊണ്ട് രേഖയ്ക്കോ നിനക്കോ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കിട്ടുന്നില്ലെങ്കിലോ? നീ ചെയ്ത നന്മ രേഖയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്തു പ്രയോജനം? നീ പറഞ്ഞതുപോലെ നാവ് കൊണ്ട് ആദർശം പ്രസംഗിച്ച് പ്രവൃത്തി കൊണ്ടത് നിഷേധിക്കാനല്ല ബാലമാമ പറയുന്നത്. ആദർശം മാത്രം കൊണ്ട് ജീവിത വിജയം നേടാനാവില്ലെന്നാണ്. അതിന് ദീർഘദൃഷ്ടി കൂടെ വേണം. രേഖയുടെ കാര്യത്തിൽ നമ്മളെല്ലാം ആകാംക്ഷയിലാണ്, പ്രാർത്ഥനയിലാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ബോധം വീഴട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്തു പറയുന്നു? എല്ലാവരുടെ ഇഷ്ടം പോലെ. ഇന്നും രസവും സാമ്പാറും മാത്രമായിരിക്കുമോ? വേണമെങ്കിൽ ഒരു ചമ്മന്തി കൂടെ അരയ്ക്കാം. മാങ്ങ ചമ്മന്തി. എരിവും പുളിയുള്ള ഒന്നും ഉണ്ടാക്കിയില്ലേ? രസത്തിൽ എരിവുണ്ടല്ലോ. ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ കഴിക്കും രാമേട്ടാ? ഈ തെരുവിലുള്ളവരെല്ലാം ഇതാ കഴിക്കുന്നത്. കൊല്ലങ്ങളായി. 2 ദിവസം കൂടെ കഴിയട്ടെ. ഫ്രെഡിക്കും ഇഷ്ടമാകും രസവും മാങ്ങാ ചമ്മന്തിയും സാമ്പാറും ഒക്കെ. മീനും ഇറച്ചിയല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ? മുട്ട കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ സാമ്പാറൊന്നും എനിക്ക് വേണ്ട. ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും ചോറിൻ്റെ കൂടെ എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നാൽ മതി. ഓംലെറ്റോ? മുട്ടാന്ന് കേട്ടാ എൻ്റെ വീട്ടുകാരി ആ നിമിഷം ഛർദ്ദിക്കും. പിന്നല്ലേ മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? പിന്നെ എനിക്ക് ആഹാരം കഴിക്കണ്ടേ? നിങ്ങളുടെ വളിച്ച സാമ്പാറും കൂട്ടി തന്നെ എനിക്ക് പറ്റത്തില്ല. இதுதான் நான் முதல்லே சொன்னேன்.
நீ இங்க தங்குறது சரியாவாதுன்னு. ஒரு பிரச்சனை இல்லைன்னு தானே நீ அப்ப சொன்ன? വന്ന കാര്യം നടക്കണമെങ്കിൽ ഈ മാതിരി ചില ത്യാഗങ്ങൾ സഹിക്കണം ഫ്രെഡി. ഉം. ഇന്നും അവരെ തിരക്കി പോകണ്ടേ? ഞാൻ റെഡിയാ കേട്ടോ. കുറച്ചുകൂടെ കഴിയട്ടെ. ആ ഇത്തിരി പച്ചവെള്ളം തരോ? പിന്നെന്താ, ഒരു മൊന്ത നിറച്ചു വേണോ? വേണം. ആ മല്ലി, ഒരു ലോട്ട ഫുള്ള ജലം എടുത്തിട്ട് വാ. ദാ ഈ കറി കുറച്ചെടുത്താ. ഓ അപ്പൊ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മതിയോ? ഏഹ്. ഹലോ, അതെ, ഫ്രെഡിയാ. നേരാണോ? കിട്ടിയോ? എപ്പോ? അത് ശരി, ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴേ രാമേട്ടാ, എന്റെ ശല്യം തീർന്നു. ഞാൻ പോവാ. അതെന്താ ഇത്ര പെട്ടെന്ന്? കാര്യം പെട്ടെന്ന് കഴിഞ്ഞോണ്ട്. ദാ, എന്റെ ബാഗ് എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. ഹലോ ഡാനിയൽ സാർ, ഞാൻ പുറപ്പെടുക രാമന്റെ വീട്ടിൽ നിന്ന്. ശരി സാർ. അപ്പോഴേ രാമേട്ടാ, ഞാൻ പോവാ. ശരി. ஃப்ரெடி எங்க? போயிட்டான். இனிமே வரமாட்டான். நீ போய் யமுனாவை கூப்பிடு. അയാൾ പോയോ രാമേട്ടാ? പെട്ടെന്നൊരു ഫോൺ വന്നു, ആരോ കിട്ടിയെന്ന്. ഉടനെ അവൻ ബാഗും എടുത്ത് സ്ഥലം വിടുകയും ചെയ്തു. കിട്ടിന്ന് പറഞ്ഞത് ആരെയാണെന്ന് അറിയില്ല, അവൻ പറഞ്ഞൂല്ല. മുഖത്ത് പക്ഷെ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. രാമേട്ടാ, എന്താ മോളെ? അത് വിശാലായിരിക്കോ രാമേട്ടാ? അറിയില്ല കുഞ്ഞെ. അച്ഛാ, വാക്കു പറഞ്ഞാൽ ഡാനിയൽ അത് പാലിച്ചിരിക്കും. കഴിഞ്ഞ വട്ടം വന്നപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ദാ തന്റെ മോളെ തിരികെ തന്നിരിക്കുന്നു. പിന്നെ കാരണവർ പേടിക്കുന്ന മാതിരി ഒന്നും സംഭവിച്ചിട്ടില്ല. ആസ് ഫ്രഷ് ആസ് ഷി വാസ്.
പറഞ്ഞത് മനസ്സിലായോ കാരണവർക്ക്? ഡാനിയൽ ഈ ബോഡിയിൽ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ലെന്ന്. എന്ന് വെച്ച് ഡാനിയൽ പൗത്രേശ്വരനാണെന്നൊന്നും കയറി വിചാരിച്ചു കളയരുത് കേട്ടോ. വയറ് നിറഞ്ഞ പിന്നെ സിംഹം ഇര പിടിക്കുമോ? ഇല്ല. എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് കിട്ടി. പിന്നെ ഈ കുട്ടിയെ ഞാൻ സൂക്ഷിക്കാൻ പാടില്ല. ദാ റിട്ടേൺ ചെയ്തിരിക്കുന്നു. ഇത്രയും ദിവസം ഇവളെ കസ്റ്റഡിയിൽ വെച്ച് കാരണം അവരെ വീർപ്പ് മുട്ടിച്ചതിന് സോറി പറയണോ? പറഞ്ഞേക്കാം അല്ലേ? സോറി. പിന്നെ ഇക്കാര്യം പോലീസിലൊക്കെ പരാതിപ്പെട്ട് എൻ്റെ വാശി കൂട്ടാതിരുന്നതിന് താങ്ക്സ്. അപ്പോ ഇനി നമ്മൾ തമ്മിൽ കാണുന്നില്ല. ഓക്കെ, ഗുഡ് ബൈ മിനിക്കുട്ടി, ഗുഡ് ബൈ. മോളെ, അയാൾ ആഗ്രഹിച്ചത് കിട്ടിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിശാലിനെ അയാൾക്ക് കിട്ടിയോ? അറിയില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല. ഒരു ജയിൽ മുറിക്കകത്തായിരുന്നു ഞാൻ. പുറത്ത് നടന്നതൊന്നും എനിക്കറിയാൻ പറ്റിയില്ല. അയാളുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്. അതിന്റെ അർത്ഥം വിശാലിനെ... പക്ഷേ വിശാലേട്ടന്റെ ശബ്ദമൊന്നും ഞാൻ അവിടെ കേട്ടില്ല. യമുനേച്ചിയുടെയും. എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ, തീർച്ച. പക്ഷേ എനിക്കിനി ഒന്നും അറിയണ്ട. നിന്നെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഇനി നീ കൈവിട്ടു പോയാൽ പിന്നെ ഈ അച്ഛൻ ജീവിച്ചിരിക്കില്ല. പക്ഷേ വിശാലേട്ടൻ അയാളുടെ കൈ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. അതവന്റെ വിധിയെന്ന് വിചാരിക്കാനേ കഴിയൂ. അയാൾ പറഞ്ഞത് സത്യമാണോ മോളെ? നിന്നോട് മോശമായിട്ട്? ഇല്ല അച്ഛാ, സത്യമാണ് അയാൾ പറഞ്ഞത്. ദൈവം അത്രയെങ്കിലും കരുണ നമ്മോട് കാട്ടിയല്ലോ. മോള് വാ.